ഹലോ, വെൽക്കം ബാക്ക് ടു പവർ സൊല്യൂഷൻസ്. ഇന്ന് ഈ വീഡിയോയിൽ ഒരു പവർ സൊല്യൂഷനിൽ നിന്നും ഒരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ എന്ത് ചെലവ് വരുമെന്നും അതിൽ ചെയ്യുന്ന ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെയും എർത്തിങ്ങിന്റെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ചെയ്യാനായി നിങ്ങൾക്ക് ഏകദേശം 2,10,000 രൂപയാണ് ചെലവ് വരുന്നത്. ഇതിൽ 78,000 രൂപ നിങ്ങൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി നൽകുന്നുണ്ട്. ഈ 78,000 രൂപ കഴിച്ച് 2,10,000 നിന്ന് 78,000 രൂപ കഴിച്ച് 1,32,000 രൂപയാണ് ഒരു കൺസ്യൂമർ 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആയിട്ട് നൽകേണ്ടത്. ഇതൊരു ബേസിക് റേറ്റ് ആണ്. കൺസ്യൂമറിന്റെ സൈറ്റിന്റെ സ്വഭാവം അനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. ഇവിടെ പവർ സൊല്യൂഷൻസ് 3 കിലോ വാട്ട്, 5 കിലോ വാട്ട് തുടങ്ങി എല്ലാ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിലും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും അനുബന്ധമായ എർത്തിങ്ങും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതും ലോകോത്തര ബ്രാൻഡായ ക്യാപ് ഇലക്ട്രിക്കലിന്റെ പ്രീമിയം പ്രൊഡക്ട്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റു പല സോളാർ വെണ്ടേഴ്സും ചെറിയ ഓൺ ഗ്രിഡ് പ്രൊജക്ട്സ് ആയ 3 കിലോ വാട്ടിനും 5 കിലോ വാട്ടിനും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നിർബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും, എന്നാൽ മറ്റു ചില സോളാർ വെണ്ടേഴ്സ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കൊടുക്കുകയും എന്നാൽ മാർക്കറ്റിൽ ലഭ്യമാവുന്ന യാതൊരുവിധ സുരക്ഷയും ഉറപ്പു നൽകാത്ത പേരിനൊരു ലൈറ്റ്നിങ് അറസ്റ്റർ വയ്ക്കുകയുമാണ് പതിവ്. ഇത് വളരെ വലിയൊരു അപകടത്തിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഏകദേശം ഒരു 2000 കിലോ ആംപിയർ റേറ്റിലൊക്കെയാണ് ഒരു ലൈറ്റ്നിങ് കറണ്ട് ഉണ്ടാവുക. അപ്പൊ പെട്ടെന്ന് ഇത്രയും വലിയൊരു കറണ്ട് നമ്മൾ ചെയ്ത സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ചെയ്ത സിസ്റ്റത്തിന് ഉണ്ടാവണം. കൂടാതെ അത് നിയമം അനുശാസിക്കുന്ന കൃത്യമായ രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും മൊത്തം സിസ്റ്റം ഇൻവെർട്ടർ ഉൾപ്പെടെ കത്തി നശിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പവർ സൊല്യൂഷൻസ് ഇവിടെ ഇന്റർനാഷണൽ ബ്രാൻഡായ ക്യാപ് ഇലക്ട്രിക്കലിന്റെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും എർത്തിങ്ങും ഉപയോഗിച്ച് കൃത്യമായ സ്റ്റാൻഡേർഡും പാലിച്ചുകൊണ്ട് ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലും എർത്തിങ്ങിലും ഇത്തരം പ്രീമിയം പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 20,000 രൂപയോളം അധിക എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിലും പവർ സൊല്യൂഷൻസ് അത് കസ്റ്റമറിൽ നിന്നും ഈടാക്കുന്നില്ല. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സബ്സിഡി കഴിഞ്ഞുള്ള തുകയ്ക്ക് തന്നെയാണ് പവർ സൊല്യൂഷൻസ് വർക്കുകൾ ചെയ്യുന്നത്. ഇങ്ങനെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലും എർത്തിങ്ങിലും പ്രീമിയം പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം 20,000 രൂപയോളം അധിക ചെലവ് വന്നിട്ടും ഈ നിശ്ചിത തുകയിൽ തന്നെ പവർ സൊല്യൂഷൻസിന് വർക്കുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് A to Z സാധനങ്ങളും നമ്മൾ കമ്പനിയിൽ നിന്നും നേരിട്ട് ഡയറക്റ്റ് ബിൽ ചെയ്ത് വരുത്തുന്നത് കൊണ്ടും, അതേപോലെ തന്നെ പാലക്കാട് തന്നെ എല്ലാ സാധനങ്ങളും അതിന്റെ A to Z സാധനങ്ങളും സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുള്ള ഒരു ഗോഡൌൺ ഉള്ളത് കൊണ്ടും മാത്രമാണ് ഇത് സാധിക്കുന്നത്. മറ്റ് പല വെണ്ടേഴ്സും ആവശ്യ സമയത്ത് പല ഭാഗത്തു നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പവർ സൊല്യൂഷൻസ് ഇൻവെർട്ടറും ബാറ്ററിയും പാനലും എല്ലാം തന്നെ ഒറ്റ ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കേബിൾ യൂസ് ചെയ്യുന്നത് പോളിക്യാബും ISA ഐവറി PVC പൈപ്പ് തുടങ്ങി എല്ലാ സാധനങ്ങളും നല്ല പ്രീമിയം സാധനങ്ങൾ മാത്രമാണ് പവർ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20,000 രൂപയോളം 20% തുക അധികം വരുന്നുണ്ടെങ്കിലും ഒരു കൺസ്യൂമറിന്, ഒരു കസ്റ്റമറിന് അതൊരു ബാധ്യതയാവാതെ നിശ്ചിത നിരക്കിൽ തന്നെയാണ് പവർ സൊല്യൂഷൻസ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത്. പവർ സൊല്യൂഷൻ ഒരു സോളാർ പാനൽ വർക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് ഒരു അസ്യൂംഡ് കൺസെപ്ഷൻ അനലൈസ് ചെയ്യും. അതായത് എത്ര പേരിപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒരു വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എത്ര പേരിപ്പോൾ താമസിക്കുന്നുണ്ട്, എത്ര ബെഡ്റൂംസ് ഓക്യുപ്പൈഡ് ആയിരിക്കും, അതുപോലെ രാത്രി AC യൂസ് ചെയ്യുന്നുണ്ടോ, അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും അഡീഷണലായിട്ട് എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരാളുടെ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി മാത്രമാണ് ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ വീടുകളിൽ നമ്മൾ സിസ്റ്റം സജസ്റ്റ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വീട് പണിത് കഴിഞ്ഞിട്ടുള്ള കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കറണ്ട് ബില്ല് ഒരു 2,000 രൂപ കറണ്ട് ബില്ല് വരുന്ന കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1 കിലോ വാട്ട് എന്ന നിരക്കിലും, നേരെ മറിച്ച് ഒരു 4,000 രൂപയോളം കറണ്ട് ബില്ല് വരുന്നുള്ള ഒരു കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 2 കിലോ വാട്ട് എന്ന നിരക്കിലും
6000 രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 കിലോ വാട്ട്, ഇനി 10,000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ 5 കിലോ വാട്ട് നിരക്ക് എന്ന രീതിയിലാണ് നമ്മൾ സിസ്റ്റം സജസ്റ്റ് ചെയ്യുക. ഇതൊരു ബേസിക് തമ്പ് റൂളാണ്. അതേപോലെ തന്നെ പവർ സൊല്യൂഷൻസ് ഒരു വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടുത്തെ നിലവിലുള്ള സിസ്റ്റം പ്രോപ്പർ കണ്ടീഷനിലാണോ എന്നും കൃത്യമായ സ്റ്റാൻഡേർഡ് പ്രകാരം നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്ത് അത് അല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് മാത്രമേ അവിടെ വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസ്, MCB, വയറിൻ്റെ കളർ കോഡ്സ് എന്നിവ അവിടുത്തെ നിലവിലുള്ള ലോഡിന് നിലവിലും അതുപോലെ ഭാവിയിലും ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കെൽപ്പുള്ള ഫ്യൂസാണോ, MCB ആണോ, വയേഴ്സ് ആണോ എന്നെല്ലാം കൃത്യമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തി മാത്രമേ പവർ സൊല്യൂഷൻസ് വർക്ക് ചെയ്യുകയുള്ളൂ. കളർ കോഡിംഗ് എല്ലാം കൃത്യമായി നൽകി ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ വർക്കും പവർ സൊല്യൂഷൻ ചെയ്തു വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സിനോട് പറയാനുള്ളത് 3 കിലോ വാട്ട് മുതൽ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് പവർ സൊല്യൂഷൻസ് നിർബന്ധമായും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതും ഇൻ്റർനാഷണൽ ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിൻ്റെ പ്രീമിയം പ്രൊഡക്ട്സ് മാത്രമാണ് അതിൽ ഉപയോഗിക്കുന്നത്. കാരണം അത്രയും നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനും എഫിഷ്യൻസിയും ഉറപ്പുവരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ചില സോളാർ വെൻഡേഴ്സ് 3 കിലോ വാട്ട്, 5 കിലോ വാട്ട് എന്നീ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ലൈറ്റ്നിങ് അറസ്റ്റർ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുകയും എന്നാൽ ചില വെൻഡേഴ്സ് അത് മാർക്കറ്റിൽ ലഭിക്കുന്ന ലോക്കൽ സാധനങ്ങൾ വാങ്ങി കണക്ട് ചെയ്ത് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവിടെയാണ് പവർ സൊല്യൂഷൻസ് ലോകോത്തര ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിൻ്റെ പ്രീമിയം പ്രൊഡക്ട്സ് സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പവർ സൊല്യൂഷൻ്റെ കൊട്ടേഷൻ റേറ്റ് മറ്റ് സോളാർ വെൻഡേഴ്സിൽ നിന്നും 20% കൂടുതലായി വരുന്നത്. ഒരു ലൈറ്റ്നിങ് അറസ്റ്ററിൽ നിന്നും 2 ഡൗൺ കണ്ടക്ടർ ചെയ്യുന്നുണ്ട്. ഡൗൺ കണ്ടക്ടർ താഴെ ഒരു ടെസ്റ്റ് ലിങ്ക് ഉപയോഗിച്ച് എർത്തിലേക്ക് കണക്ട് ചെയ്യും. മുകളിൽ നിന്നും 8 mm ഡയമീറ്റർ ഉള്ള അലുമിനിയത്തിൻ്റെ ബെയർ കണ്ടക്ടറും എർത്തിലേക്ക് 10 mm ഡയമീറ്റർ ഉള്ള കോപ്പർ ബോണ്ടഡ് കണ്ടക്ടറുമാണ് ടെസ്റ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്യുന്നത്. ബൈമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് SS-ന്റെ ടെസ്റ്റ് ലിങ്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന കോപ്പറിൻ്റെയും അലുമിനിയം ബെയർ കണ്ടക്ടറിൻ്റെയും അതുപോലെ തന്നെ ടെസ്റ്റ് ലിങ്കിൻ്റെയും എല്ലാം പിക്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇത്രയും പ്രീമിയം പ്രൊഡക്ട്സ് ആണ് നമ്മൾ സേഫ്റ്റിയെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വെൻഡേഴ്സിൽ നിന്നും 20% കൂടുതൽ റേറ്റ് വരുന്നത്. ഇത്രയും കാശ് മുടക്കി സോളാർ വെച്ച ഒരു കൺസ്യൂമറിന് പിന്നീട് അതൊരു തലവേദന ആവാതിരിക്കാൻ വേണ്ടിയാണ് പവർ സൊല്യൂഷൻ ഇത്രത്തോളം ക്വാളിറ്റിക്കും സേഫ്റ്റിക്കും ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഇപ്പോഴുള്ള ഒരു ചെറിയ ലാഭം നോക്കി ഒരു 25-30 വർഷത്തിന് മുകളിൽ നിലനിൽക്കേണ്ട ഈ ഒരു സിസ്റ്റം യാതൊരുവിധ ക്വാളിറ്റിയും ഉറപ്പുവരുത്താതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇഷ്യൂസും ഒരു കൺസ്യൂമർക്ക് ഭാവിയിൽ അത് അഭിമുഖീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ചെയ്യുമ്പോൾ കൃത്യമായി നമ്മൾ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ച് നല്ലൊരു എഞ്ചിനീയറിന്റെ മേൽനോട്ടത്തിൽ കൃത്യമായ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും അതുപോലെ സേഫ്റ്റിയും എല്ലാം ഉറപ്പുവരുത്തി നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് മാത്രമാണ് നമ്മൾ പവർ സൊല്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് റേറ്റിൽ ഒരു 20% ഡിഫറൻസ് മറ്റു വെൻഡേഴ്സിൽ നിന്നും പവർ സൊല്യൂഷൻസിൽ വരുന്നത്. പവർ സൊല്യൂഷൻസ് ഇവിടെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായ ക്യാപ്പ് ഇലക്ട്രിക്കലിന്റെ ലൈറ്റ്നിങ് അറസ്റ്ററും അതുപോലെ ഡൗൺ കണ്ടക്ടറും എർത്തിങ് സിസ്റ്റം എല്ലാം യൂസ് ചെയ്യുമ്പോൾ മറ്റു വെൻഡേഴ്സ് എല്ലാം ഇത് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന യാതൊരുവിധ ക്വാളിറ്റിയും ഉറപ്പുവരുത്താത്ത ലൈറ്റ്നിങ് അറസ്റ്ററും അതുപോലെ ഡൗൺ കണ്ടക്ടറും എല്ലാം യൂസ് ചെയ്തു. ചില വെൻഡേഴ്സ് 3 കിലോ വാട്ടിനും 5 കിലോ വാട്ടിനൊന്നും ലൈറ്റ്നിങ് അറസ്റ്റർ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. വെക്കുന്ന വെൻഡേഴ്സ് അത് ക്വാളിറ്റി ഇല്ലാത്ത അത് വെക്കുകയും അങ്ങനെയാണ് അതിൽ റേറ്റിൽ പ്രധാനമായും വ്യത്യാസം വരുന്നത്. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ ഒക്കെ വെക്കുമ്പോൾ നമുക്കറിയാം ഒരു ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് 200 കിലോ ആംപിയർ റേറ്റിലാണ് ലൈറ്റ്നിങ് കറണ്ട് വരുന്നത്. ഇത്രയും വലിയ അളവിൽ വരുന്ന ഒരു കറണ്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ലൈറ്റ്നിങ് അറസ്റ്ററാണ് അവിടെ സ്ഥാപിച്ചത് എന്നുണ്ടെങ്കിൽ ഇത്രയും കാശ് മുടക്കി ചെയ്ത മൊത്തം സിസ്റ്റവും സോളാർ പാനലും ഉൾപ്പെടെ ഇൻവേർട്ടറും വയറിങ്ങും എല്ലാം ഉൾപ്പെടെ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള അപകടങ്ങൾ ഉണ്ടായി കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ലാഭം നോക്കി നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മൊത്തം സിസ്റ്റവും തകരാറിലായി അത് വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെ പോകാനുള്ള കാരണമാവും. ആയതുകൊണ്ട് തന്നെ ഒരു സോളാർ കൺസ്യൂമറിനോട് പറയാനുള്ളത് ഒരു കൊട്ടേഷൻ കിട്ടുന്ന സമയത്ത് റേറ്റ് കമ്പയർ ചെയ്ത് നോക്കാതെ
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തുകയും നല്ലൊരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിനും ശ്രമിക്കുക.